ഇന്ന് നമുക്ക് അയൽപ്പക്കത്ത് നിന്ന് ഒരു ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലോണം പഴുത്തിട്ടുണ്ട്. നല്ല മധുരമുള്ള ചുളയായിരുന്നു. ചെറിയ ചുളയെങ്കിലും കുഴപ്പമില്ലാത്ത നല്ല മധുരമായിരുന്നു. അപ്പോൾ ഞാൻ കരുതി കുറച്ച് എടുത്ത് വെച്ചിട്ട് വൈകുന്നേരത്തിന് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കടി ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഇതിന് മുന്നേ വിട്ട വ്ളോഗ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷോർട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്താന്ന്. അപ്പോൾ നമ്മൾ കുറച്ച് കഴിച്ചതിന് ബാക്കി ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 4 മണിയൊക്കെ ആയപ്പോൾ ഞാൻ അതെടുത്തിട്ട് കുരുവൊക്കെ കളഞ്ഞൊരു പാത്രത്തിലേക്ക് മാറ്റി. എന്നിട്ട് അതിക്ക് അതൊന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം അതിക്ക് പാകത്തിന് ഗോതമ്പ് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്ത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം. നെയ്യും കൂടെ ചേർത്ത് കൊടുത്താൽ നമ്മൾ കയ്യിലൊട്ടാതെ പറ്റും. നിർബന്ധമില്ല, എന്നാൽ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. പിന്നെ കുറച്ച് ചുക്കും ജീരകവും ഏലക്കായും കൂടെ പൊടിച്ചിട്ട് അതും കൂടെ ചേർത്തു. പിന്നെ ഉപ്പും ചേർത്തു, തേങ്ങയും ചേർത്തിട്ടുണ്ടായിരുന്നു. ഒന്നിനും ഒരു അളവില്ല കേട്ടോ, പാകം നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാവും. അങ്ങനെ ഇലയിൽ പരത്തി ഷേപ്പൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഞാൻ ഷേപ്പൊന്നും നോക്കിയിട്ടില്ല, എനിക്ക് പെട്ടെന്ന് പണി കഴിക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ പറ്റുന്ന രീതിയിലൊക്കെ പരത്തി ചുട്ടെടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടയാകുമ്പോൾ നമുക്ക് ഉണ്ടാക്കിയിട്ട് പിന്നെ ഒന്ന് ആവി കയറ്റണം. ചക്കയാവുമ്പോൾ അതൊന്ന് വരട്ടിയിട്ട് പിന്നെ അതൊന്ന് എടുത്ത് മാറ്റി വെക്കണം. അപ്പോൾ ഇതാവുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എത്ര പെട്ടെന്നാണ് കഴിഞ്ഞെന്നറിയും. ഇങ്ങനെ ഉണ്ടാക്കിയിട്ടാണെങ്കിലോ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. അപ്പോൾ എപ്പോഴും നമ്മൾ ഒരുപാട് സമയം എടുക്കാതെ നല്ല ഹെൽത്തിയിലും ടേസ്റ്റിലും ആയിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.